ഫ്രണ്ട്സ്, കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ദുഃഖവെള്ളിയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ നമ്മളും ഇന്നലെ കഞ്ഞിയൊക്കെ വെച്ച് ആയിരുന്നു കഴിക്കുകയൊക്കെ ചെയ്തത്. ദുഃഖവെള്ളി എന്ന് പറയുമ്പോഴേ ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്നു കുറെ സമയം. അമ്മ മരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. മരിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷം ഞാൻ ഹോസ്റ്റലിലായിരുന്നു, LMS-ലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ ദുഃഖവെള്ളി സമയത്ത് അവർ കഞ്ഞിയാണ്, ആ ഒരു ദിവസം കഞ്ഞിയാണ് തരുന്നത്. കഞ്ഞി, പയർ പ്രത്യേകം സെപ്പറേറ്റ് വെച്ച്, പയറ്, പപ്പടം, പൊരിച്ച മുളക്, ചമ്മന്തി എല്ലാം അങ്ങനെ എല്ലാം കൂടി വെച്ചാൽ തന്നത്. അപ്പം ഞാൻ ഇന്നലെ അതുപോലെയാണ് അവർക്കൊക്കെ റെഡിയാക്കി കൊടുത്തത്. കല്യാണിയും കേശുവിനൊക്കെ റെഡിയാക്കി കൊടുത്തത് അങ്ങനെയായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാവരും ഇന്ന് ഒട്ടുമുക്ക ആൾക്കാരും കഞ്ഞിയൊക്കെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നല്ല ഒരു നേരം അതായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ കുറേ ഓർമ്മകളൊക്കെ ഇന്നലെ വീണ്ടെടുത്തൊരു ദിവസവും കൂടിയായിരുന്നു. ഞാൻ അവിടെ പോയി നിൽക്കാൻ ഉണ്ടായ സാഹചര്യവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഓർമ്മകൾ, ഹോസ്റ്റലിൽ നിന്നതിൻ്റെ കുറേ ഓർമ്മകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കല്യാണിയൊക്കെ പറയായിരുന്നു, ഏത് രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാം ശീലിച്ചിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ അമ്മയ്ക്ക് അത് ഇങ്ങനെ ഒരു സംഭവിക്കുകയും അമ്മ നമ്മളെ വിട്ട് പോവുകയും പിന്നെ അതിന് ശേഷം അണ്ണന്മാർ രണ്ടുപേരുണ്ട്, അവർക്ക് ജോലിക്കൊക്കെ പോകണമായിരുന്നല്ലോ. അപ്പോൾ അവർ രണ്ടൊരു സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെയായിരുന്നു ഹോസ്റ്റലിൽ വിട്ടത്. അതുവരെ എനിക്ക് ദുഃഖവെള്ളിയെ കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരങ്ങനെയായിരുന്നു എന്നെ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടത്. അഥവാ ഞാൻ ഹോസ്റ്റലിൽ നിന്നില്ലെങ്കിൽ അവരൊരാൾ ജോലി മതിയാക്കി ഇവിടെ നാട്ടിൽ നിൽക്കാം എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്തായിരുന്നു എന്നെ അവിടെ കൊണ്ട് വിട്ടത്. അപ്പോൾ ഞാൻ എന്തായാലും അതിനോട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. അപ്പോഴവിടെ വെച്ചുള്ള ഒരു ഓർമ്മകളൊക്കെ ആയിരുന്നു ഈ ദുഃഖവെള്ളിയും. അവിടെ ഈ LMS-ൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവർക്ക് ഇതൊക്കെ നല്ല രീതിക്ക് ഒരു ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രയറും പിന്നെ ഇങ്ങനെ ഓരോ ഈസ്റ്റർ അങ്ങനെയുള്ള അവരുടെ ആഘോഷങ്ങളെല്ലാം അവർ ആഘോഷിക്കാറുണ്ട്. ഓണമൊക്കെ സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് അവർ ക്രിസ്ത്യൻ രീതികളെല്ലാ ആചാരങ്ങളും അവിടെ നല്ല പോലെ തന്നെ അവർ നോക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകളൊക്കെ ആയിരുന്നു ഇന്നലെ. അങ്ങനെ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഞ്ഞി, നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി, മോരുമുളക് പൊരിച്ച് വെച്ചിട്ടുണ്ട്, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, ചെറുപയർ അവിച്ച് കടുവറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കല്യാണിയാണ് ആദ്യം കഴിക്കാൻ വേണ്ടി വന്നിരുന്നത്. ബാക്കിയെല്ലാം തയ്യാറായി നിൽക്കുകയാണ് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ കല്യാണി ഓടി വന്നിരിക്കുകയായിരുന്നു. അവർക്ക് കഞ്ഞി കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഓടി വന്നിരുന്നതായിരുന്നു. പക്ഷെ കൂട്ടാനൊക്കെ കഴിക്കാൻ, പയറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ബാക്കിയൊക്കെ കഴിക്കും, ഇതെല്ലാം ഇത് അവർക്ക് സ്പൂണിനൊക്കെ കൈ കൊണ്ട് കഴിക്കാനാണ് താല്പര്യവും. സ്പൂണൊക്കെ കൊണ്ട് അടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പായിരുന്നു, ഉപ്പ് അവരവർക്ക് ആവശ്യമുള്ളത് ഇട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ അടുത്തുകൊണ്ട് വച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചേട്ടനൊക്കെ ശകലം ഉപ്പ് കൂടുതൽ വേണം. അപ്പോൾ പിന്നെ എല്ലാ കഞ്ഞിയിലും കൂടി ഇട്ടാൽ കഞ്ഞി തീർന്നില്ലെങ്കിൽ അത് വേസ്റ്റ് ആകൂലേ. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളതുപോലെ ഇടാൻ വേണ്ടി അടുത്ത് വച്ചിരിക്കുകയായിരുന്നു. കല്യാണിക്ക് ഇഷ്ടമായി കഞ്ഞി, എന്നും ചോറല്ലേ കഴിക്കണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.